الحكاية الرابعة عن الأستاذ أبي القاسم الجنيدي رضي الله عنه. മഹാനവറുകളെ തൊട്ട് നാലാമത്തെ ഹിക്കായത്ത് എന്താന്ന് പരിശോധിക്കാം. ഖാല ജുനൈദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഹളർതു ഇംലാക ബഅദൽ അബ്ദാലി മിനർ റിജാലി ബി ബഅദൽ അബ്ദാലി മിനൻ നിസാഇ. സ്ത്രീകളിൽ നിന്നുള്ള അബ്ദാലികളായ ചില ആളുകളെ കൊണ്ട് പുരുഷന്മാരിൽ നിന്നുള്ള ചില അബ്ദാലികളുടെ അധികാരത്തിന് ഓല ഇംലാക്കിൽ ഞാൻ ചെന്നു, ഞാൻ സന്നിഹിതനായി. സ്ത്രീകളിലുമുണ്ട് അബ്ദാലികൾ, പുരുഷന്മാരിലുമുണ്ട്. ഫമാ കാന ഫീ ജമാഅത്തി മൻ ഹളറ അഹദൻ, സാന്നിധ്യം അവിടെ ഉള്ള ഹളറത്തിലുള്ള എല്ലാ ആളുകളും നോക്കിയപ്പോൾ ആ ഹളറത്തിലുള്ള സംഘത്തിൽ ഒരാളും തന്നെ ആയിട്ടില്ല. ഇല്ലാ വറബ യദഹു ഇലൽ ഹവാൽ, അന്തരീക്ഷത്തിലേക്ക് തന്റെ കൈ ആക്കിയിട്ട് വഅഖദ ഷൈഅൻ, എന്തോ ഒരു വസ്തു പിടിച്ച് ഫറഹു, അതെന്താ ഇങ്ങോട്ട് താഴത്തേക്ക്. മുകൾ ഭാഗത്തേക്ക് തന്നെ അന്തരീക്ഷത്തിലേക്ക് കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് ഒരു വസ്തു പിടിച്ച് പുറത്തേക്ക് ഒരു കൊടുന്ന് താഴ്ത്തുകൊലിടും. അതെന്താന്ന് ചോദിച്ചാൽ മിൻ ദുർരിൻ വ യാഖൂത്തിൻ വമാ അശ്ബഹു, മുത്ത്, മാണിക്കം, അതിനോട് സാദൃശ്യമായ പല രത്നങ്ങളും ഉണ്ടാവും. അതൊക്കെയാണ് ഈ അന്തരീക്ഷത്തിൽ നിന്ന് പിടിച്ചവർ താഴത്തേക്കിടുന്നത്. ഇങ്ങനെയാണ് അവിടെ കൂടെ എല്ലാവരും ഉള്ളത്. ജുനൈദു, മഹാനായ ജുനൈദ് റളിയല്ലാഹു അൻഹു പറയാണ്, അവർ കാണിക്കുന്നത് പോലെ ഫളറബതു ബിയദി, എന്റെ കൈ കൊണ്ട് ഞാനും അങ്ങനെ അന്തരീക്ഷത്തിലേക്ക് എന്താക്കിയെന്നറിയാമോ, ഉയർത്തിപ്പിടിച്ചു. അങ്ങനെ ഫഅഖദതു ജഅഫറാന, ഞാൻ പിടിച്ചത് ജഅഫറാൻ, കുങ്കുമച്ചായമാണ് ഞാൻ പിടിച്ചത്. എന്നിട്ട് ഫതഹതു, അത് ഞാൻ അങ്ങനെ ഇട്ടും ചെയ്തു. ഇത് ഞാൻ ചെയ്തത് എനിക്ക് കുങ്കുമം കിട്ടി, മറ്റവർക്കൊക്കെ അതും കിട്ടി. അപ്പോ അവിടെ ഖിദ്ർ നബി അലൈഹിസ്സലാം വന്നിട്ട് പറയാം. അപ്പൊ ഖാലലി അൽ ഖിദ്ർ അലൈഹിസ്സലാം, മഹാനായ ഖിദ്ർ നബി വന്നിട്ട് എന്നോട് പറഞ്ഞു, മാ കാന ഫിൽ ജമാഅത്തി, ഈ സംഘത്തിലില്ല, മൻ ഒരുത്തനുമില്ല, ഒരുത്തനുമായിട്ടില്ല ഇങ്ങനത്തെ ഒരുത്തൻ, നഹദ മ, ആ ഒന്നിനെ അവൻ ഹദിയ ചെയ്തിട്ടുണ്ട്. ആ എങ്ങനത്തെ ഒന്ന്, യസ്ലഹുൽ ഉർസ്, അതൊരു ഒരു നല്ല ആഘോഷത്തിന്, കല്യാണം പോലുള്ള ആഘോഷം, അതിന് പറ്റുന്നതായ ഒന്ന് ഒരാളും ഈ സംഘത്തിൽ ഹദിയ ചെയ്തിട്ടില്ല. വയുറുക്ക, അങ്ങല്ലാതെ, അങ്ങാണ് ഇപ്പൊ ചെയ്തിട്ടുള്ളൂ എന്നാണ്. അപ്പൊ പറഞ്ഞെന്താണ്, അങ്ങാണ് ഇപ്പൊ അത് നല്ലൊരു മട്ടത്തിൽ, അതിന് മറ്റൊന്നും അവിടേക്ക് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ ആയിപ്പോ. അപ്പൊ ഇങ്ങനെ സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്നും പുരുഷന്മാരുടെ കൂട്ടത്തിൽ അബ്ദാലുണ്ടെന്ന് മനസ്സിലായല്ലോ. ആ അബ്ദാലികളുമായി സന്ധിക്കാനും കഴിയും അവർക്ക് കറാവത്തൂടെ പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് മഹാന്മാരുടെ കഥകൾ. കാല ബഅദുൽ ആരിഫീന, ചില ആരിഫീങ്ങളായ ആൾക്കാർ പറയാണ്, ഊഷിഫ്തു ബി 40 ഹൗറാ, 400 അല്ല 40 അല്ലേ, 40 ഹോർലീങ്ങൾ കൊണ്ട് എനിക്ക് വെളിവാക്കപ്പെടുകയുണ്ടായി. അവരെ കണ്ടു എന്നർത്ഥം. അങ്ങനെ റഅയ്തുഹുന്ന യതസാഅന, ഞാൻ അവരെ കണ്ടു. യതസാഅന ബിൽ ഹവാഇ, അന്തരീക്ഷത്തിലൂടെ അതിവേഗത്തിൽ പോകുന്നതായിട്ടാണ് ഞാൻ കണ്ടത്, വായുവിലൂടെ. അലൈഹിന്ന, ആ സ്ത്രീകളെ മുകളിലുണ്ട് സിയാബും മിൻ ഫില്ലത്തിൻ വദഹബിൻ വജൗഹർ, സ്വർണം, വെള്ളി, രത്നം എന്നീ വസ്ത്രങ്ങളാണ് അവർ ധരിച്ചിട്ടുള്ളത്. അത്തരം സൗന്ദര്യവതികളായ പെൺകുട്ടികളാണ് അവർ. ഫനവർതു ഇലൈഹിന്ന, അങ്ങനെ ആ സ്ത്രീകളിലേക്കൊന്ന് ഞാൻ നോക്കി. നൗറത്തൻ, ഒറ്റ നോട്ടേ ഞാൻ നോക്കിയിട്ടുള്ളൂ, അതോടുകൂടി എനിക്ക് മതിയായി. ഊഖിബത്തു 40 യൗമൻ, അങ്ങനെയുള്ള ഹോർലിങ്ങളിലേക്ക് ഞാൻ ഒറ്റ നോട്ടം നോക്കിയതിന്റെ ഫലമായി 40 ദിവസം അതിന്റെ ശിക്ഷ ഞാൻ അനുഭവിക്കേണ്ടി വന്നു എന്ന, ഇങ്ങനെയാണ് കണ്ടത്. ആ ബഅദുൽ ആരിഫീൻ പറയാണ്. അപ്പൊ അത്തരം സ്ഥാനത്തേക്ക് പോലെ എത്തിയ ഹൂർലിങ്ങൾ അവിടെ സ്വർഗത്തിലാണുള്ളത്. അതിങ്ങനെ വായു സഞ്ചരികൾ കാണുകയാണ്. തുമ്മ കൂഷിപ്തു ബഅദ ദാലിക, പിന്നെ അതിന് ശേഷം എനിക്ക് വെളിവാക്കപ്പെടുകയുണ്ടായി. ബി 80 ഹൗറാൽ, ഒരു 80 ഹൂർലിങ്ങൾ വെളിവാക്കപ്പെടുകയുണ്ടായി. ഫൗഖഹുന്ന,
ഈ 40 ഹൂർലിങ്ങളെക്കാൾ മീതയാണ് അവർ എന്ത് വിഷയത്തിൽ? ഫിൽ ഹുസ്നി വൽ ജമാലി, ചുറുക്കിലും അഴകിലും അവർ മികവിലാണ്. അങ്ങനെ വക്കീലല്ലി, എന്നോട് പറയപ്പെടുകയുണ്ടായി, ഉൻളുർ ഇലൈഹിന്ന, അതാ ഒരു 80 തരുണീമണികളാണ് വന്നിട്ടുണ്ടെന്ന് നോക്കുക എന്ന് എന്നോട് പറഞ്ഞപ്പോ സജത്തു, ഞാൻ നേരെ സുജൂദിക്കൽ പോയി. എന്നിട്ട് വമൗത്തു ഐനയ്യ, എന്റെ 2 കണ്ണ് ഞാൻ അങ്ങ് ചിമ്മി കടന്നു. സുജൂദി, ഞാൻ അതാ ചെയ്തത്. എന്നിട്ട് വഖുൽതു, ഞാൻ പറയും ചെയ്തു, എന്ത്? അഊദു ബിക റബ്ബേ, നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഇമ്മാ സിവാക, നീ അല്ലാത്തവരെ തൊട്ട്, ലാ ഹാജത ലീ, എനിക്ക് ആവശ്യമില്ല. ബിഹാദാ, ഇതുകൊണ്ടൊന്നും എനിക്ക് ആവശ്യമില്ല. എനിക്ക് ആവശ്യമില്ലാത്തത് നിന്നെ ഒഴിച്ച് ബാക്കിയൊന്നും എനിക്ക് വേണ്ട. ഞാൻ കാവൽ തേടുകയാണ്. വലം മസൽ, ഞാൻ അങ്ങനെ ആയിക്കൊണ്ടിരുന്നു. അതളറവ്, താഴ്മയും വിനയും നടത്തിക്കൊണ്ട്, താഴ്മയും വിനയും ചെയ്തുകൊണ്ടേയിരുന്നു. ഏതുവരെ? അത്താ സറഫുന്ന, ആ സ്ത്രീകൾ അള്ളാഹുത്താൽ അവർ തിരിച്ചുവിടുന്നത് വരെ. കണ്ടോ, ഇത്രത്തോളം പരീക്ഷണങ്ങൾ അള്ളാന്റെ ഔലിയാക്കൾക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. കാണാൻ പറ്റുന്ന പെണ്ണുങ്ങളാ ഹൂർലി, അതുപോലും ഈ ദുനിയാവിൽ വെച്ച് കാണാൻ പറ്റാത്ത സ്ത്രീ അവരതിലൊക്കെ ചിന്തകൾ പോയി. കാരണം അവരെ കാണുമ്പോൾ അള്ളാഹിനെ കുറിച്ച് ചിന്ത പോവുകയാണ്. അപ്പൊ ആ ചിന്ത പോകാൻ പാടില്ല. ഏത് നിമിഷവും അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ വേണമെന്നാണ് ചില പാഠങ്ങളൊക്കെ. ഇങ്ങനെ അള്ളാഹിന്റെ ഇഷ്ടക്കാരും ഔലിയാക്കളുമായ ജനങ്ങൾക്ക് കാണാൻ കഴിയാത്ത അസാധാരണ സംഭവം ഇവർക്ക് കാണാനും കഴിയും എന്ന് മനസ്സിലായല്ലോ. അപ്പൊ അത്രത്തോളം അള്ളാഹുവിൽ ലയിച്ച് ജീവിച്ചവരാണ് ഇവരെന്ന് മനസ്സിലാക്കുക. ഇനി അൽ ഹിക്കായത്തുൽ ഖാമിസത്തു അലി ഷെയ്ഖ് അബ്ദുൽ വാഹിദ് ബിൻ സയ്ദ് റളിയല്ലാഹു അൻഹു. ഇനി നമുക്ക് 5ാമത്തെ ഹിക്കായത്തിൽ നോക്കാം. എന്താണ്? ഷെയ്ഖ് അബ്ദുൽ വാഹിദ് ബിൻ സയ്ദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ടാണത്. ആല, മഹാൻ പറയുന്നു, അസാബത്തിനി ഇല്ലത്തും ഫീ സാഖി, എന്റെ തണ്ടങ്കാൽ ഒരു രോഗം എനിക്ക് പിടിപെട്ടു. ഒരു മുറിവുണ്ടായതൊക്കെ. ഫകുന്തു അതഹാമരു അലൈഹാ ലിസ്സലാത്തി, ആ ഒരു മുറിവുണ്ടായിട്ട്, ആ രോഗമുണ്ടായിട്ട് അതിന്റെ മേൽ നിസ്കാരത്തിന് വേണ്ടി ഞാൻ വളരെ സഹിച്ചുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ നിറവേറ്റുന്നത്. നിസ്കാരം ഉപേക്ഷിക്കുന്നില്ല. ഫഖംതു അലൈഹാ മിനൽ ലൈലി, അങ്ങനെ രാത്രിയിൽ ഞാൻ അതേ മുറിയുള്ള കാല്, ക്ഷീണിതമായിരിക്കുന്ന വേദനയുള്ള കാലുമേ ഞാൻ അങ്ങോട്ട് നിന്നു നിസ്കരിച്ചു. അങ്ങനെ അജ്ഹത്തു, ഞാൻ നല്ലോണം പരിശ്രമിച്ചു, സഹിച്ചു. വേദനയെ നല്ലോണം വേദനിച്ചു കൊണ്ട് തന്നെയാണ് ഞാൻ രാത്രി നിസ്കരിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്, മഹാന്മാരൊക്കെ ആരാ, സുബ്ഹാനല്ലാഹ്. ഫജലസ്തു, അങ്ങനെ വേദന സഹിക്കാൻ കഴിയാതെ ഞാൻ ഇരുന്നു. എന്നിട്ടോ സുമ്മ ലഫഫ്തു ഇസാരി, എന്റെ തുണി ഉണ്ടായത് ഞാൻ അത് ചുറ്റി. ഫീ മിഹ്റാബി, എന്റെ മിഹ്റാബിലായിട്ട് ഞാൻ കിടക്കുന്ന ഭാഗമുണ്ടല്ലോ, അവിടെ വെച്ച് ഞാൻ ചുരുട്ടി വെച്ചു. എന്നിട്ട് വളഅതു റഅസി അലൈഹി, അങ്ങനെ ഞാൻ ആ കിടക്കണ നിസ്കരിച്ച സ്ഥലം ഉണ്ടല്ലോ മിഹ്റാബ്, അവിടെ തന്നെ ചുരുട്ടി വെച്ച് എന്റെ തല അതിന്റെ മുകളിലോട്ട് വെച്ചു. അങ്ങനെ തലയിലാക്കിയിട്ടാണ് ഇപ്പൊ വസ്ത്രം വെച്ചത്. എന്നിട്ടോ വനംതു, ഞാൻ അങ്ങനെ ഉറങ്ങുകയും ചെയ്തു. ഇപ്പൊ ഞാൻ ഉറങ്ങുകയും ചെയ്തു. അപ്പൊ ബൈനമ അന കദാലിക്ക, ഞാൻ അങ്ങനെ ഉറങ്ങുന്നതിന്റെ ഇടയിൽ, ഇത് അന വിചാരിയത്തിൽ, ഞാനൊരു പെൺകുട്ടിക്ക് അരികിലാണ് ഇപ്പൊ ഉള്ളത്. എന്റെ അടുത്തൊരു പെൺകുട്ടിയുണ്ട്. തഫൂഖുദ്ദമിയ ഹുസ്നൻ, അഴകാലും ജമാൽ, അഴകാലും ചുറുക്കനാലും രക്തവർണ്ണത്തിന് മീതയാണ്. നല്ല രക്തമുള്ള പെൺകുട്ടി, പക്ഷെ നല്ല അഴകുണ്ട്. അതിനേക്കാളൊക്കെ രക്തവർണ്ണത്തിനേക്കാൾ അപ്പുറത്ത് നിൽക്കുന്ന അഴകും സൗന്ദര്യമൊക്കെ. അങ്ങനെയുള്ള ഒരു നല്ലൊരു പെൺകുട്ടി ഞാൻ സ്വപ്നത്തിൽ കാണുകയാണ്. ലാ തഖ്തുറു ബൈന ജവാരി മുസയ്യനാത്തിൻ, ലാ തഖ്തുറു, അവൾ ഉദിക്കൂല, ബൈന ജവാരി മുസയ്യനാത്തിൻ, അഴകായിരിക്കുന്ന പെൺകുട്ടികൾക്കിടയിൽ അവൾ വരൂല. അങ്ങനെയുള്ള പെൺകുട്ടിയാ. അത്താ വഖഫത്ത് അലയ്യ, അങ്ങനെ വന്നിട്ട് ഓൾ ഇന്റെ അരികെ വന്നിങ്ങനെ നിൽക്കുകയാണ്. വഹുന്ന ഖൽഫഹ, മറ്റു പെൺകുട്ടികളൊക്കെ ഓളെ വേക്കിലാണ്, ഇവിടെ മുന്നിലുമാണ്. ഫഖാലത്തിൽ ബഅദിഹിന്ന, അങ്ങനെ വേക്കിലുള്ള പെൺകുട്ടികളോട് ഇവൾ പറയുന്നു, ഇർവഅന്ന, നിങ്ങൾ അദ്ദേഹത്തെ പൊക്കിക്കൊണ്ടിരുന്നു. അപ്പൊ ഉറങ്ങാണല്ലോ, പൊക്കിക്കൊണ്ടിരുന്നു. വല തൂക്കുന്നഹുന്ന, അദ്ദേഹത്തെ നിങ്ങൾ ആരും ഉണർത്തരുത്, ഉണർത്താതെ കൊണ്ടുവരണമെന്നാണ്. അങ്ങനെ എന്തിനു പറയുന്നു? ഇതൊക്കെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഫഅഖ്ബൽന നഹ്വി, എന്റെ ഭാഗത്തേക്ക് ആ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഫഹത്തമലന്നനി, അവർ എന്നെന്തായി ചുമന്നു കൊണ്ടുപോയി.
വഅന അൻദുറു ഇലൈഹിന്ന ഫീ മനാമി, എന്റെ സ്വപ്നത്തിൽ എന്റെ ഉറക്കിൽ അവരെ കൊള്ള ഞാൻ നോക്കുന്നുണ്ട്, ആ രൂപത്തിൽ എന്നെ കൊണ്ടുപോയി. സുമ്മ ഖാലത്തിൽ ഗൈരിഹിന്ന മിനൽ ജവാരി അല്ലാത്തി മഅഹ, ആ പെൺകുട്ടികളെ കൂടെയുള്ള മറ്റു പെൺകുട്ടികളിൽ നിന്ന് എന്നെ ചുമന്നു കൊണ്ടുപോകാൻ ഏൽപ്പിച്ചവര് അല്ലാത്ത ഒരു പെൺകുട്ടികളുണ്ട്. അവരോട് ഈ പെൺകുട്ടി പറഞ്ഞെന്താ, ഇഫിരിശന്ന ലഹു, അദ്ദേഹത്തിനോട് വിരിച്ചു വെക്കും, വമഹദന്ന ലഹു വവത്തഅന്ന ലഹു വവസദ്ദന്നഹു, അദ്ദേഹത്തിന്റെ തലയണ വിരിപ്പ് എല്ലാം റെഡിയാക്കി നിങ്ങൾ വെക്കണം എന്നാ പറഞ്ഞത്. അങ്ങനെ കാല മഹാൻ സ്വപ്നത്തിൽ കണ്ട കഥ പറയല്ലേ, മഹാൻ പറയുന്നു ഫറസ്ന തഹ്തി സബ്ഹശായ, ഒരു 7 വിരികളൊക്കെ എന്റെ അടിഭാഗത്ത് അടി വിരിച്ചു വെച്ചു. ലം അറ ലഹുന്ന ഫി ദുനിയാ മസലൻ, ദുനിയാവിൽ അതിനൊരു ഉപമ പറയാൻ എനിക്ക് കഴിയൂല, അത്ര സുന്ദരമായിരിക്കുന്ന വിരിപ്പുകളാണ്. അങ്ങനെ എന്തിനു പറയുന്ന, അങ്ങനെ എന്റെ തലയുടെ അടിഭാഗത്ത് ആ പെണ്ണുങ്ങൾ വെച്ച് തന്നു. ഹിസാനൻ, നല്ല അഴകുള്ള പച്ചയുള്ളതായിരിക്കുന്ന മിനുസമുള്ള തലയിണകളൊക്കെ വെച്ച് തന്നു. സുമ്മ കാലത്ത്, പിന്നീട് ആ പെണ്ണ് പറഞ്ഞതിലില്ലത്തി അമലത്തിനി അല്ലേ, എന്നെ ചുമന്നു കൊണ്ടുവന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, അവരോട് ഈ പെണ്ണ് പറഞ്ഞു, അലൽ ഫുർസ്, നിങ്ങൾ വിരിച്ചു വെച്ച വിരിപ്പുണ്ടല്ലോ, വിരിപ്പിന്റെ മുകളിൽ കൊണ്ടുപോയിട്ട് ഇയാളെ കടത്തണം എന്നാണ്. റുബൈദൻ കുറച്ച് നേരെ കടത്തണം എന്നാണ്. അദ്ദേഹത്തെ നിങ്ങൾ ഇളക്കരുത്, ഒന്നും ചെയ്യരുത്, ഇളക്കാതെ കൊണ്ടേ കടത്തണം എന്നാണ്. കാല മഹാൻ പറയുന്നു, അങ്ങനെ ഫുർഷി, അതേ വിരിപ്പിന്റെ മുകളിൽ എന്തായെന്നറിയാമോ, എന്നെ അവളാക്കി. എന്നിട്ട് വാന അങ്കുറു ഇലേക്ക, ഞാൻ ഓളക്കൊള്ളങ്ങനെ നോക്കുകയാണ് ആ പെണ്ണിനെ കൊള്ള തന്നെ. ബിഹി, എന്താണ് അവരെ കൊണ്ട് ഈ പെണ്ണ് കൽപ്പിക്കുന്നത്, അതും ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മിൻഷൈനി, എന്റെ കാര്യത്തിൽ എന്താണ് കൽപ്പന നോക്കുകയാണ്. ഉമ്മ കാലത്ത്, പിന്നീട് ആ പെണ്ണ് പറഞ്ഞതെന്താ, റൈഹാൻ എന്ന് പറയുന്ന ചെടി കൊണ്ടുവരും, അത് കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന്റെ ചുറ്റുഭാഗത്തൊന്ന് വെക്കണം എന്നാണ്. അങ്ങനെ യാസിമിൻ, യാസിമിൻ എന്ന സുഗന്ധമുള്ള ചെടി കൊണ്ടുവന്നു എന്നാണ്. ഫുർസ, അത് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തെന്ന് അറിയുമ്പോൾ ആ ബിരിപ്പിനൊക്കെ ഒന്ന് മണപ്പിച്ച് റെഡിയാക്കി, അതുകൊണ്ടൊന്ന് ചുറ്റി വലയം ചെയ്തു. ഉമ്മ കാമത്ത് ഇലയ്യ, പിന്നീട് ആ പെണ്ണ് എന്റെ അടുത്തേക്ക് വന്നു, എണീറ്റ് വന്നു. അവൾ അവിടെ കൈ വെച്ചു, എവിടെ, എന്റെ തണ്ടങ്കാലുള്ളതായിരിക്കുന്നൊരു മുറിയാണ്. ആ മുറിയുള്ള അതേ ഭാഗത്ത് ഈ സുന്ദരിയായിരിക്കുന്ന പെണ്ണീ രൂപത്തിലൊക്കെ പറഞ്ഞിട്ട് എന്നെ അതിന്റെ മുകളിൽ പോയി കണ്ട് കടത്തിയിട്ട് ആ പെണ്ണിന്റെ കൈ ആ മുറി ഭാഗത്തിനത് വെച്ചു. അവളുടെ സുന്ദരമായ കരം കൊണ്ട് ആ മുറിവുള്ള സ്ഥലത്തൊന്നങ്ങ് തടവി. ഉമ്മക്കാലത്ത്, പിന്നീട് ആ പെണ്ണ് പറഞ്ഞു, നീ എണീറ്റ് നിൽക്ക്, സഫാഖല്ലാഹു, അല്ലാഹു തആല നിനക്ക് ശിഫ നൽകട്ടെ, എല്ലാ സലാത്തിക, നിന്റെ നമസ്കാരത്തിലേക്ക്, വൈറ മളറൂരിൻ, ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത വിധം നിസ്കരിക്കുവാനുള്ള ശിഫ അല്ലാഹു തആല നൽകട്ടെ എന്ന് പറഞ്ഞു. ദ്വാരുന്നു പെണ്ണ്. അങ്ങനൊക്കെ ഉറക്കിലാണ് നടക്കുന്നത്. ഫസ്തൈഖൽതു, ഞാനങ്ങ് ഉണർന്നു. വല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, കഅന്നി ഖദ് നശത്തു മിൻ യുഖാൽ, എനിക്കുണ്ടായിരുന്നൊരു പ്രയാസമുണ്ട്, കെട്ടുകുടുക്കുകള്, അതിനെ തൊട്ടല്ല ഇപ്പോൾ ഞാൻ ഉന്മേഷവാനായിരിക്കുന്നു, അതുപോലെ തോന്നുന്നുണ്ട്. അന്ന് നടന്ന ആ രാത്രിക്ക് ശേഷം ആ കാലുമുണ്ടായിരിക്കുന്ന മുറിവിനെന്തേതില്ല, അന്യായമേ പറഞ്ഞിട്ടില്ല. വലാദഹമൻ കൽബി, എന്റെ കൽബിന്റെ അകത്തൊന്ന് പോയിട്ടുമില്ല. ഹലാവത്തു മന്ദഖിഹാബി ഖൗലികാകും ഷഫാഖല്ലാ ഇലാ സലാദിക ഖൈറ മളറു എന്നൊരു വാക്കുണ്ട്. ആ വാക്കിന്റെ മധുരം എന്റെ കൽബിൽ തറച്ചുപോയി, അത് ലയിച്ചു കിടക്കുവാൻ ഞാൻ പോയിട്ടില്ല. എന്താണ് പറഞ്ഞതെന്നറിയോ, അള്ളാഹ് നിസ്കാരത്തിലേക്ക് ശിഫയാക്കി തരട്ടെ, ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത വിധം എണീറ്റോളിന്നും പറഞ്ഞു.
ഇങ്ങനെ അള്ളാഹുവിലേക്ക് അടുത്ത മഹാരഥന്മാർക്കുള്ള ആത്മീയ ചികിത്സകൾ വന്നത് ഇങ്ങനെയൊക്കെയാണ്. അള്ളാഹ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ ആ രൂപത്തിൽ നമുക്കൊക്കെ സഹായം കിട്ടിക്കൊണ്ടിരിക്കും എന്നർത്ഥം.